Good morning. Welcome to my channel. Today we are going to discuss about the Chengara Samaram or Chengara struggle. The Chengara Samaram, a land struggle in Kerala since 2007, is a significant movement for Adivasis and Dalits who have faced systematic injustice and land denial. 2007 നടന്ന അല്ലെങ്കിൽ 2007 മുതൽ നടന്നു വരുന്ന സമരത്തെയാണ് നമ്മൾ ചെങ്ങര സമരം എന്ന പേരിൽ വിളിക്കുന്നത്. അത് ഒരു ആദിവാസി ദളിത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അതുമായിട്ട് സമയമുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഹു ഹാവ് ഫേസ്ഡ് സിസ്റ്റമാറ്റിക് ഇൻജസ്റ്റിസ് ആൻഡ് ലാൻഡ് ഡെനൈൽ, ഭൂമി നഷ്ടപ്പെട്ട അതോടൊപ്പം തന്നെ സാമൂഹ്യ അനീതിക്ക് പാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള ആദിവാസി ഗോത്ര സമൂഹങ്ങൾ നടത്തിയ ഒരു സമരമാണ് ചെങ്ങര സമരം എന്ന പേരിൽ വിളിക്കുന്നത്. ദ മൂവ്മെന്റ് ഈസ് റൂട്ടഡ് ഇൻ എ കോംപ്ലക്സ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ലെജിസ്ലേറ്റീവ് പ്രോമിസസ് ആൻഡ് എ പെർസിസ്റ്റന്റ് ക്വസ്റ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇവിടെ സങ്കീർണമായിട്ടുള്ള അതോടൊപ്പം തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം, നിയമനിർമ്മാണ വാഗ്ദാനങ്ങൾ, സാമൂഹ്യ നീതിക്കായിട്ടുള്ള നിരന്തരമായ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ തുടങ്ങിയ വസ്തുതകളിൽ ഈ പ്രസ്ഥാനം വീട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളാണിത് മുന്നോട്ട് വയ്ക്കുന്നത്. The Chengara Samaram's origin can be founded in the Kerala's Land Reforms Act of 1963, which sought to redistribute the land to small farmers and landless laborers. 1963 കേരള ഗവൺമെന്റ് പാസ്സാക്കിയ കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രധാനമായിട്ടും ഭൂമിയില്ലാത്ത ഭൂരഹിതരായിട്ടുള്ള കർഷകർക്കും അതിനോടൊപ്പം തന്നെ ലാൻഡേഴ്സ് ആയിട്ടുള്ള ലെബറേഴ്സിനും പിന്നെ ചെറുകിട കർഷകർക്കും എല്ലാം ഭൂമി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് 1963 കേരള ലാൻഡ് റിഫോംസ് ആക്ട്. പക്ഷേ ഈ ഒരു ആക്ടിന്റെ പരാജയമാണ് പ്രധാനമായിട്ടും ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ചെങ്ങറ ലാൻഡ് സ്ട്രഗിളിന്റെ റീസൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഡെസ്പൈറ്റ് ദ ഗുഡ് ഇന്റൻഷൻസ് ബിഹൈൻഡ് ദിസ് ലോ, ഇത് നമ്മൾ പാസ്സാക്കിയത് ഒരുപാട് നല്ല വശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. But several landlords managed to get around its limitations, leaving a sizable amount of land undistributed. പക്ഷേ ഈ ഒരു ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോഴേക്കും അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടാകുകയും ഒരുപാട് ലാൻഡ് ലോഡ്സ് അതിനെ മറികടക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഒരുപാട് ഭൂമി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ വെറുതെ പാഴ്ഭൂമിയായിട്ട് കിടക്കുകയും ചെയ്തു. This failure to properly execute land reforms set the stage for future conflict. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമി വിതരണം ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോഴേക്കും അത് എന്തിനു കാരണമായിട്ട് തീർന്നു, ഫ്യൂച്ചറിൽ ഭാവിയിൽ ഒരുപാട് ഇഷ്യൂസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് റീസൺ ആയിട്ട് തീരുകയും ചെയ്തു. In 2011, the Adivasi community in Kerala held a month-long protest under the banner of Adivasi Gotra Mahasabha. They wanted land for 45,000 Adivasi people who did not have land. 2001 ആദിവാസി കമ്മ്യൂണിറ്റി ഒരു ഏകദേശം ഒരു മാസത്തോളം വരുന്ന ഒരു ലോങ് പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുത്തു. ആദിവാസി ഗോത്ര മഹാസഭയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അവർ ആവശ്യപ്പെട്ടത് 45,000 ആദിവാസി ജനങ്ങൾക്ക് ഹു ഡിഡ് നോട്ട് ഹാവ് ലാൻഡ്, അവർക്ക് ഭൂമിയില്ലാത്ത 45,000 വരുന്ന ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഭൂമി നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. Then this conflict paved the way for the Chengara Samaram and brought attention to the urgent need for land rights. ഈ കോൺഫ്ലിക്റ്റ് ക്രമേണ ചെങ്ങറ ഭൂസമരത്തിലേക്ക് നയിക്കുകയും ഇതൊരു അർജന്റ് നീഡ് ഫോർ ലാൻഡ് റൈറ്റ്സ്, ഭൂമിയുടെ മുകളിലുള്ള അവകാശത്തെക്കുറിച്ച് അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ടൊരു സമരമായിട്ട് മാറുകയും ചെയ്തു. By December 31st, 2006, P.S. Achuthanandan, the Kerala Chief Minister at that time, offered to give lands to the household without land. 2006 അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന V.S. അച്യുതാനന്ദൻ ഭൂമി കൈവശമില്ലാത്ത ആൾക്കാർക്ക് ഭൂമി നൽകാമെന്നൊരു വാഗ്ദാനം നൽകി. ബട്ട് വെൻ ഹിസ് പ്രോമിസസ് വാസ് നോട്ട് കെപ്റ്റ്, fueled the landless people's resentment, which led to Chengara struggle. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിനകത്ത് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റ് സാധിച്ചില്ല. ഈ പ്രോമിസസുകളെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോഴേക്കും പാലിക്കാൻ കഴിയാതെ വന്നപ്പോഴേക്കും അത് ജനങ്ങൾക്ക് വീണ്ടും ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതൊരു ഓപ്പൺ ആയിട്ടുള്ള സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചെങ്ങറ കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തു. The Chengara Samaram started on August 4th, 2007 when 300 landless households took over the Kumbala estate owned by Harrison's Malayalam Limited, also known as the Chengara estate, under the leadership of Dalit activist Laha Gopalan and Sadhujana Vimojana Samyukta Vedi SJVSB. അപ്പോൾ ആഗസ്റ്റ് 4, 2007 300ഓളം വരുന്ന ഭൂമിയില്ലാത്ത ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർ they took over the Kumbala estate owned by Harrison Malayalam Limited. Harrison Malayalam Limited അധീനതയിലുള്ള കുമ്പഴ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ചെങ്ങറ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രദേശം 300ഓളം വരുന്ന ആദിവാസികൾ കയ്യേറുകയും ചെയ്തു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലാഹ ഗോപാലൻ ആൻഡ് സാധുജന വിമോചന സംയുക്ത വേദി ലാഹ ഗോപാലൻ തുടങ്ങിയ വ്യക്തിയുടെ നേതൃത്വത്തിലും ഈ ഒരു ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലും അവർ മുന്നോട്ട് വരികയും ചെയ്തു. ദ ഫസ്റ്റ് ഡിമാൻഡ് ഇൻക്ലൂഡഡ് 5 acres of land for cultivation. അവർക്ക് 2 ഡിമാൻഡാണുള്ളത്. ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് 5 ഏക്കർ ഭൂമി കൾട്ടിവേഷൻ കൊടുക്കാനും 50,000 ഫോർ ഈച്ച് ഹൗസ് ഹോൾഡ് ടു കവർ സ്റ്റാർട്ടപ്പ് ഫാമിംഗ് കോസ്റ്റ്. ഫാമിംഗ് കോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഓരോ ഫാമിലിക്കും 50,000 രൂപയും അവർ ആവശ്യപ്പെട്ടു.
The urgent need for resources and land led to the eventual lowering of these criteria to 1 acre of land per household. പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു, ഈ പറഞ്ഞ ഡിമാൻഡുകൾ മാറുകയും പകരം ഓരോ ഫാമിലിക്കും ഓരോ ഏക്കർ ലാൻഡ് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. As the movement gained momentum, the number of families occupying the land increased to around 7,500, representing approximately 29 individuals from various parts of Kerala. ക്രമേണ ഈ സമരം വൻ ശക്തി ആർജിക്കുകയും 7,500ഓളം ഫാമിലീസ് അല്ലെങ്കിൽ 7,500 വരുന്ന ഫാമിലീസ് ഈ പ്രദേശം കൂടുതൽ ഓക്കുപൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. They represented approximately 29,000, 29,000 ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 7,500 ഫാമിലിനകത്ത് ഇൻവോൾവ് ചെയ്തു. ഫ്രം വേരിയസ് പാർട്സ് ഓഫ് കേരള, കേരളത്തിനകത്തുള്ള ഭൂമിയില്ലാത്ത പല ഭാഗങ്ങളിലുള്ള ആൾക്കാരിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Struggle gathered national attention, attracting support from prominent socio-political figures such as Mehta Parkar and Arundhati Roy, who amplified the voice of the marginalized. ഈ സമരം ക്രമേണ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ദേശീയ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മേധാ പട്കർ, അരുന്ധതി റോയ് തുടങ്ങിയ നേതാക്കന്മാരുടെ ഇൻഫ്ലുവൻസിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തു. ഹു ആംപ്ലിഫൈഡ് ദ വോയിസ് ഓഫ് ദ മാർജിനലൈസ്ഡ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന മേധാ പട്കർ, പിന്നെ അരുന്ധതി റോയ് തുടങ്ങിയ ആൾക്കാർ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു. There was a state of tension in the legal and political dynamics that surrounded the Chengara സമരം. ചങ്ങര സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലീഗലി ആൻഡ് പൊളിറ്റിക്കലി ഒരുപാട് ഇഷ്യൂസ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. The protesters' tenacity and threats of mass suicide made it practically impossible to enforce the Kerala High Court's order of eviction. ഇവരെ പുറത്താക്കാനായിട്ട് ഹൈക്കോടതി ഒരു ഓർഡർ പാസ്സാക്കി. പക്ഷേ ഇവരുടെ ഒരു നയം ഭയങ്കര ശക്തമാണ്. ഒരു ഗ്രൂപ്പായിട്ട് സൂയിസൈഡ് ചെയ്യുന്നുള്ള പേടിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിമാൻഡും പിന്നെ അവരുടെ ഭയങ്കരമായിട്ടൊരു അഗ്രസീവ് പോളിസീസും അല്ലേ പോലീസിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഇവരെ പുറത്താക്കുന്നതെന്ന് അതിന് പുറത്താക്കാൻ സാധിക്കാതെ വരുന്നൊരു സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാം. Then in 2009, the government proposed a package that would provide financial aid and land to 1,432 families. 2009 ഗവൺമെന്റ് ഒരു പാക്കേജ് പുറപ്പെടുവിച്ചു. അത് പ്രകാരം ഫിനാൻഷ്യൽ സാമ്പത്തിക സഹായവും പിന്നെ ലാൻഡും 1,432 കുടുംബങ്ങൾക്ക് ലാൻഡും അതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ എയ്ഡും കൊടുക്കാമെന്ന് സമ്മതിച്ചു. However, a significant number of families denied the offer, citing the land's unsuitability for farming or habitation. പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും അതിനെ തിരസ്കരിക്കുകയുണ്ടായി. അതിന്റെ കാരണമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ലാൻഡ് അൺസ്യൂറ്റബിലിറ്റി, അത് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് താമസയോഗ്യമല്ല എന്നൊരു വാദം മുൻനിർത്തിക്കൊണ്ട് അതിനെ അവർ ഒപ്പോസ് ചെയ്യുകയും ചെയ്തു അല്ലെങ്കിൽ എതിർക്കുകയും ചെയ്തു എന്ന് പറയാം. As of January 2020, around 573 landless families, including 3,500 individuals, remain occupying in the Chengara estate despite their residence. ഇപ്പോൾ 2020 ജാനുവരിയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും 573 ഫാമിലീസ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അതിനകത്ത് താമസിക്കുന്നുണ്ട്. It includes 3,500 individuals remain occupying the Chengara estate. Chengara estate അവർ കൈയടക്കി വെച്ചിട്ടുണ്ട്. In 2014 മുതൽ തന്നെ the Kerala government issued an eviction notice to Hadsons Malayalam Limited to vacate 29,185 acres of land, including the Chengara estate. 2014 കേരള ഗവൺമെന്റ് ഒരു എവിക്ഷൻ ഹാരിസൺ മലയാളം ലിമിറ്റഡിന് ഒരു എവിക്ഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 29,185 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അത് പിടിച്ചെടുത്ത ഭൂമിയാണെന്നും ആ ഭൂമി അതിനകത്ത് ഉൾപ്പെടുന്ന ചെങ്ങറ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് വിട്ടുകൊടുക്കാനായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നുണ്ട്. However, as in June 2015, the eviction process was still ongoing. 2015 കാലഘട്ടങ്ങളിലെല്ലാം ഈ ഒഴിവാക്കൽ നയങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. Leaving the future of the landless families in limbo. പക്ഷേ ഈ പറയുന്ന ഒഴിവാക്കൽ നയങ്ങൾ അല്ലെങ്കിൽ ഹാരിസൺ എസ്റ്റേറ്റിന്റെ ഗവൺമെന്റ് തിരിച്ചു പിടിക്കുമ്പോഴേക്കും അവിടെ താമസിച്ചിരുന്ന ആദിവാസി ഗ്രൂപ്പുകൾക്ക് അതൊരു ഭയങ്കര തടസ്സമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Then they have been as of in January 2020, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി 2020 ഉണ്ടായിരുന്ന ഈ പറയുന്ന 573 ഫാമിലീസിനും they have been denied basic facilities. 2020 ആയപ്പോഴേക്കും അതിനകത്ത് നമ്മൾ പറയും പോലെ 573 ഫാമിലീസ് ഉണ്ട്. പക്ഷെ അവർക്ക് റേഷൻ കാർഡ്സോ വോട്ടർ ID കാർഡുകളോ ഹൗസ് നമ്പേഴ്സോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ബേസിക് റൈറ്റ്സ് അങ്ങനെയുള്ള റൈറ്റ്സുകളൊന്നും അവർക്കില്ല. Then the occupants have taken a significant step towards self-sufficiency. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോഴേക്കും എന്ത് ചെയ്യപ്പെട്ടു, ഈ ജനങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും
dividing the land into 5 sectors and cultivating crops such as bananas, vegetable, tapioca and coconuts. ഈ അവർ കയ്യേറിയ പ്രദേശങ്ങളെ 5 സോണുകളായിട്ട് തിരിക്കുകയും അവിടെ വെജിറ്റബിൾസ്, ടപ്പിയോക്ക, കോക്കനട്ട്, ബനാന തുടങ്ങിയ പലതരത്തിലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. ദേ ഓൾസോ ഹാവ് കൺസ്ട്രക്റ്റഡ് പെർമനന്റ് ഹൗസസ്. ഈ പ്രദേശങ്ങളിൽ അവരെന്ത് ചെയ്തു? പെർമനന്റ് ഹൗസസ് ഉണ്ടാക്കിയെടുത്തു. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. ദേ ഹാവ് ഓൾസോ കൺസ്ട്രക്റ്റഡ് പെർമനന്റ് ഹൗസസ് ആൻഡ് ഡെവലപ്ഡ് എ നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് demonstrating their commitment to building a sustainable community despite the challenges they face. അവർ ഫേസ് ചെയ്ത ചലഞ്ചസിനെല്ലാം ഒരു മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രദേശങ്ങളിലെ വീടുകൾ, പെർമനന്റ് ആയിട്ടുള്ള വീടുകൾ നിർമ്മിക്കുകയും നെറ്റ്വർക്ക് ഓഫ് റോഡുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. The government response has been mixed. While there have been some effort to address the situation, the issue remains unsolved. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതായത് ലാൻഡ് ഡിവിഷൻ ഒക്കുമെന്റ്സ്, ഈ ലാൻഡിനെ ഡിവൈഡ് ചെയ്തിട്ട് പലതരത്തിലുള്ള അഗ്രികൾച്ചർ സോൺസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പലതരത്തിലുള്ള കൾട്ടിവേഷൻസ് നടത്തുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത്. The Chengara Samaram is a land struggle that symbolizes the tenacity and the will of the Kerala's underprivileged population. കേരളത്തിലുള്ള നിരാലംബരായിട്ടുള്ള ആൾക്കാരുടെ സ്ഥിരതയുടെയും ഇച്ഛാശക്തിയുടെയൊക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ചെങ്ങറ സമരത്തെ കാണുന്നത്. It draws attention to the continuous struggle for social justice, dignity and land rights in the face of structural injustice. അതിനോടൊപ്പം തന്നെ സാമൂഹ്യനീതി, അന്തസ്സ്, ഭൂമിയുടെ അവകാശങ്ങൾ തുടങ്ങിയ തുടർച്ചയായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സമരത്തിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. Landless people in Chengara are still fighting, even though the government has made some promises but put in some work. This shows how much change is needed and how the rights of the most vulnerable people need to be respected. അപ്പോൾ ഇവിടെ സർക്കാർ ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചില ജോലികൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ചെങ്ങറയിലെ ജനങ്ങൾ, അതായത് ഭൂരഹിതരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സമരം ചെയ്യുന്നുണ്ട്. എത്രമാത്രം മാറ്റം ആവശ്യമാണെന്നും ഏറ്റവും ദുർബലരായ ആൾക്കാരുടെ അവകാശങ്ങൾ എങ്ങനെയൊക്കെ മാനിക്കണമെന്നൊക്കെ നമുക്ക് എന്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു സമരത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് അനിവാര്യമായിട്ട് ചെയ്യേണ്ടതെന്നും എത്രത്തോളം ആൾക്കാരുടെ അവകാശങ്ങളെ മാനിക്കണമെന്നും സൊസൈറ്റിയും ഗവൺമെന്റും എങ്ങനെ ഈ കാര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നൊക്കെ നമ്മളെ ഏത് പഠിപ്പിക്കുന്നുണ്ട്? ഈ പറഞ്ഞ ചെങ്ങറ സമരം പഠിപ്പിക്കുന്നുണ്ട്. The movement underscored the significance of land as a symbol of empowerment and identity as well as a means of subsistence. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഭൂമിയുടെ ഇമ്പോർട്ടൻസിനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഉപജീവന മാർഗമായിട്ടും പിന്നെയെന്ന് വെച്ചാൽ ശാക്തീകരണത്തിന്റെ ഒരു സിമ്പലായിട്ടും ഐഡന്റിറ്റി, നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ അല്ലെങ്കിൽ സ്വത്വത്തിന്റെ പ്രതീകമായിട്ടും ഒക്കെ ലാൻഡിനെ എങ്ങനെ ഉയർത്തി കാണിക്കാമെന്നും ഈ സമരം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സമരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.